ഹലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ബാലേട്ടാ? കുറച്ച് ആശ്വാസമുണ്ട്. പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതൊക്കെ ശരിയാവൂന്നേ. എപ്പോഴാ ശരിയാവുക? ഈ ജോലിക്ക് ഞാൻ പറ്റില്ല. നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ എങ്ങനെ ശരിയാവും? വീട് പണി, ഫീസ്. ബാലേട്ടനെ വിശ്വസിച്ചല്ലേ ഞങ്ങള് വീട് പണി തുടങ്ങിയ. എന്തായാലും ഞാനങ്ങ് വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാം. പണി തീരുന്നിടവരെങ്കിലും നിക്ക്. ഇവിടെ ഒരു നിവൃത്തിയില്ല. കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കണ്ടേ? എന്നാ ഞാൻ പിന്നെ വിളിക്കാം. എങ്ങനെയുണ്ട് ബാലചന്ദ്ര? കുറവുണ്ട്. ഡോക്ടറെ ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട്. ജെയ്സൺ ഡോക്ടറായിട്ട് സംസാരിച്ചു. അതിപ്പോ നാട്ടിൽ പോവാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകാനാ? ഈ സാഹചര്യത്തിൽ ബാലചന്ദ്രൻ നാട്ടിൽ പോകുന്നതാണ് നല്ലത്. പിന്നെ നിന്റെ ബില്ല് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നാട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളും ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ പെണ്ണിനുള്ളത് വേറെ കേട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ. ജെയ്സൺ നിന്നെ എയർപോർട്ടിൽ വിടും കേട്ടോ. ശരി. ശരി ശരി ശരി. ബാല, നീ എന്നെ ഒന്നും മിണ്ടാത്തത്? എന്ത് മിണ്ടാനാ? എല്ലാം പോയില്ലേ. ബാല, നീ എന്നോട് ക്ഷമിക്കേ. ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് മറച്ചു വെച്ചു. അവിടെ പുതിയ പ്രേമം ഉൾപ്പെടെ. നിഷയെ നീ അങ്ങ് മറന്നേക്ക്. എൻ്റെ പഴയ ഫോൺ അമ്മാവൻ്റെ കയ്യിലില്ലേ? ഉണ്ട്. ഇങ്ങനെ ഈ നമ്പർ അവള് ബ്ലോക്ക് ചെയ്തിട്ടില്ലല്ലോ. വേണ്ടടാ ബാല. വേണം. ഞാൻ പറഞ്ഞില്ലേ അവന് പണി കിട്ടുമെന്ന്. ആ ഫോൺ എടുക്ക്. നീ ആ ഫോൺ എടുക്ക്. ഹലോ, ഞാൻ ബാലനാ. മനസ്സിലായി. എന്താ കാര്യം? എന്താ കാര്യമെന്നോ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാ വെച്ചേ. പിന്നെ വിളിക്കാം. ഒരു അത്യാവശ്യക്കാരൻ. ഇതാണോ ഇതിന്റെ തിരക്ക്? എടി നിന്നോടാ ചോദിച്ചതാണോന്ന്? ഞാനല്ലേ എന്റെ തിരക്ക് തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ ഗൾഫിൽ കഷ്ടപ്പെടാൻ പോയത് എന്റെ മാത്രം തീരുമാനമായിരുന്നോ? ആണുങ്ങളായ കുറച്ച് തന്റെ ബാലം പോയിക്കോളാം. എന്തൊക്കെയായിരുന്നു? സ്ഥലമെടുപ്പ്, വീട് പണി, കോളേജ് ഫീസ്, അമ്മയ്ക്ക് ബ്രൂട്ട്. കൊള്ളാം. എന്നിട്ട് ബാലന് ഇപ്പൊ പോകണം. പോവാം, ബാലൻ പോയേക്കാം. നിങ്ങളുടെ മോക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയല്ലോ. എന്തോന്ന് കിട്ടാൻ? വീട് പണി കഴിയണമെങ്കിൽ ഇനിയും വേണം പൈസ. അല്ല ബാല, നീ എന്തിനാ എത്രയും പെട്ടെന്ന് ഇങ്ങനെ തുള്ളിച്ചാടി കയറി പോകുന്നത്? എനിക്ക് സുഖമില്ലാത്തോണ്ട് പോകുന്നല്ലേ? സുഖമില്ലെങ്കിൽ കൂവപ്പള്ളി പോയി ചികിത്സിക്കടാ, അല്ലാതെ എന്റെ മോളുടെ പുറത്ത് കയറണ്ട. അതെ, നീ ഇങ്ങനെ നടന്ന എന്റെ മോൾക്കൊരു മംഗല്യം നടക്കില്ല. നീ പോ ബാല, എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കാതെ. താനൊരു പെണ്ണിനെ കൈവച്ചത് തന്നെ ഞാൻ കോടതി കയറ്റും. നീ പോയി കോടതി പറയടി. എന്തായാലും നിന്നെ കോടതി കയറ്റുമല്ലോ. ഇതും കൂടി പറഞ്ഞേക്ക്. അവൻ തല്ലിയില്ലേ? മിസ്റ്റർ ബാലൻ, പോലീസിൽ നിന്നും നിങ്ങൾക്ക് വളരെ മോശമായ അനുഭവം ഉണ്ടായിട്ടുള്ളതായി അറിയാം. അത് ഞങ്ങളുടെ ടീം അല്ലെങ്കിൽ കൂടി സോറി. ഇത്രയും ധൈര്യം കാണിച്ച ആളല്ലേ. ഇയാളൊരു ഓട്ടോയില് വീട്ടിലെത്തിച്ചു കൊടുക്ക്. സാർ. ഓക്കെ. ഹലോ അലക്സ്. ഹായ്. നമസ്തേ സുന്ദർജി. I must get that person tonight. पार्सल भेजना के लिए बोलो. हाँ, शर्मा जी को मेरा धन्यवाद देना. അമിതേ സർ, ഡൽഹിയിൽ എൻ്റെ കോളീഗ് സുന്ദറാണ് വിളിച്ചത്. ഇന്ന് രാത്രി ഡൽഹിയിൽ നിന്നൊരു പാഴ്സൽ വരുന്നുണ്ട്. അമീത് എന്നെ എയർപോർട്ടിൽ പോയത് വാങ്ങണം. ആരും അറിയരുത്. സർ. മോനെ
അമ്മ, ഞാനാണത് ചെയ്തതെന്ന് പറയാൻ അവർക്ക് ഒരു നിമിഷം മതിയായിരുന്നു. പക്ഷെ അല്ലെന്ന് പറയാൻ ഇത്രയും ദിവസം വേണ്ടി വന്നു. നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ മോനെ? കണ്ണീരിൽ തീരെ സങ്കടം ഉണ്ടോടാ? അമ്മേ, അമ്മേ. വയറ് കുറച്ച് കൂടിയിട്ടുണ്ടല്ലേ ഹമീദേ? അതൊന്നും കുഴപ്പമില്ല സാർ, നമുക്ക് ശരിയാക്കാന്നേ. അത് വെള്ളം അടിക്കുന്നോണ്ടാ. വെള്ളം അടിക്കുന്നോണ്ടല്ലടോ, സ്റ്റാർച്ച് കൂടിയിട്ടാ. വൈകുന്നേരങ്ങളിൽ അപ്പന് കഞ്ഞി ചമ്മന്തി ഇഷ്ടം. ഞാനാ കമ്പനി. അമിതേ, പഴയ നസീർ സിനിമയെ പോലെ വേഷം കെട്ടിയപ്പോ നിങ്ങൾക്കൊക്കെ പുച്ഛം വരുന്നില്ലേ? ഇപ്പൊ എന്ത് പറയുന്നു? യു ആർ കറക്റ്റ് സാർ. FIR-ൽ സാറിന്റെ സംശയം ശരിയായി. ആരും ശ്രദ്ധിക്കാത്ത കതർദാരി. എല്ലാം ഫാബ്രിക്കേറ്റഡ് അല്ലടോ. കുറ്റവാളി ആരെന്ന് നേരത്തെ തീരുമാനിക്കുക, എന്നിട്ട് ആ വഴിക്ക് അന്വേഷണം, പത്രസമ്മേളനം, തേങ്ങാക്കൊല. ആ ചെറുപ്പക്കാരന്റെ വിധി അവർ നേരത്തെ എഴുതി. വിറ്റ്നസ്സുകളെയെല്ലാം അവർ ആ ട്രാക്കിലെടുത്തു വെച്ചു. എനിക്കും ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം ഇന്നലെ ഒരു ഫോൺ കോളിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഭീഷ്മാചാര്യനായ TPയുടെ ശബ്ദത്തിൽ. അമിതേ, നമ്മൾ വളരെ അടുത്തെത്തി. വിത്തിൻ 2 days. ഹലോ, ആ ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം. ഓക്കെ വിളിക്കാം സാർ. SHO ഹരിദാസാണ്. മുരുക ടെക്സ്റ്റൈൽസിലെ വനിതാ ജീവനക്കാരിക്കെതിരെ ഒരു പീഡന ശ്രമം. മുരുകൻ സാർ, നമ്മുടെ കേസിലെ സാക്ഷി ഇൻസ്റ്റാൾമെന്റ് തരാൻ ആ തമിഴൻ. മറ്റപ്പള്ളി. കടവുളേ കാപ്പാത്തുങ്ക. കൺകൾ മീരണ്ട, കൺകൾ മീരണ്ട, ഉന്നെ കെട്ടിയെടുത്താൽ. வசந்தி, இதுக்கு முன்னாடி நீ எங்க ஒர்க் பண்ண? சென்னையில சார். சென்னையில எந்த இடம்? டி நகர். டி நகரா? ஃபர்ஸ்ட் கிராஸ். நீ என்னோட புது ஸ்டாஃப். ஆமா சார். இன்னிலிருந்து எனக்கு எல்லா ஐஸ்வர்யம் உன்னால தான் கிடைக்கணும். கண்டிப்பா. புரிஞ்சுதா? நீ என்னோட புது ஸ்டாஃப் தானே? ஒரு செல்ஃபி எடுக்கலாம். பாரு, கோவலும் கண்ணகையும் மாதிரி. என்ன மாச்சு? மாச்சஸ் ப்ளீஸ். மாச்சா இருக்கா? அதல்லண்ணா, இதொന്ന് കത്തിക്കാൻ. யோ, ஜவுளி கடையில வந்து தீப்பெட்டி கேக்குறியா? போய் அவளையே என்ன கிண்டல் பண்றேன்னு நினைச்சியா? ഞാൻ ആരെന്ന് നിனைச்சே? റാസ്കൽ, അറിവ് കെട്ട മുണ്ടം. ഇത് ആര്? വാങ്ങു സാർ, വാങ്ങേ. ജുബ വേണമോ വേസ്റ്റ് വേണമോ? വാങ്ങു സാർ. എനിക്ക് കുട്ടികളുടെ ഡ്രസ്സാണ് വേണ്ടത്. ഓ, പസങ്ങളുടെയാ? വസന്തി കാമിക്ക് സാർ. അല്ല വേണം, ഞാനേ കാമിക്കണം സാർ. അണ്ണാച്ചി അത്രയും കാമിക്കണ്ട. എന്നെ സാർ ഒന്നുമേ ഇല്ല സാർ. പുതുപ്പെണ്ണ് എതും தெரியாது. അല്ല അണ്ണാച്ചി, ഇത് പുതിയ കടയാണോ? ஆமா சார், கடவுள் கனிவாலே 3 வாரம் ஆச்சு சார். நான் முதல்ல இன்ஸ்டால்மெண்ட், சிட்டி, வட்டி அந்த மாதிரி எல்லாம் போயிட்டு இருந்தேன். இப்ப அண்ணா அம்மா கனிவாலே இந்த மாதிரி எல்லாம் ஒரு செட்டப்புக்கு வந்தாச்சு. இனி ஒரு சேர்ந்த மங்கல்லையும் கூட கிடைச்சா நல்லா இருக்கும். அது போட்டும். விஷயத்துக்கு வாங்க, உங்களுக்கு என்ன வேணும்? இது என்னலே? இது 150 ரூபா. அண்ணா, ஆ தீப்பெட்டி வந்து தரൂ. காலையில தீப்பெட்டி கேட்டுக்கிட்டே என்ன கிண்டல் பண்றியா? உன்னை என்ன பண்ற பாரு சார். இது ஜவுளி கடை சார். இங்க வந்து தீப்பெட்டி கேக்குறேன் சார். பாரு உன்னை என்ன பண்ண போறேன்னு. உன்னை எல்லாம். ஹலோ ഹലോ. അണ്ണാച്ചി വലിയ ഹോൾഡാണല്ലോ. പോലീസിനെ വിളിച്ചില്ലതേ, പോലീസ് വന്നു. അയ്യോ, കിടക്കണതിന് മുമ്പ് വന്നാച്ചേ. മുരുക, എന്താ ഹമീദിന്റെ മസിൽ പവർ നോക്കുന്നോ? വേണം സാർ, ഞാൻ വന്നേ സാർ. അതെ, നാട് മുഴുവൻ ചിന്ന വീടുള്ള കടയിൽ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് വന്ന പെണ്ണിനെ നീ വളയ്ക്കാൻ ശ്രമിച്ചോടാ. അത് വന്ന് ചിന്ന തപ്പ് നടന്നു പോച്ചു സാർ. മന്നച്ചിടക്ക് സാർ. നീ അവളെ കയറി പിടിച്ചോടാ സാർ. ഏതാവത് തപ്പ് നടന്നാ മന്നച്ചിടക്ക് സാർ. നീ അവളെ ശമ്പളം എന്താ കൊടുക്കാത്തത്? ഞാൻ കണ്ടിപ്പാ കൊടുത്തിട്ടായിരുന്നു സാർ. അവ சொல்றது പോയി സാർ. ഇന്ന് രാവിലെ ജോലിക്ക് വന്ന ഇവളെ നീ വളച്ചോ? ഓ സാർ, തെരിയാമ തപ്പ് നടന്നു പോച്ചു സാർ. മന്നച്ചിടക്ക് സാർ, മന്നച്ചിടക്ക് സാർ. പക്ഷേ ഇവനൊന്ന് തപ്പുന്നോ? രാവിലെ കടയിൽ സാറുണ്ടായിരുന്നതുകൊണ്ടാ. ഇല്ലെങ്കിൽ കടയിൽ വെച്ച് തന്നെ ഞാൻ ഇവനെ ഒന്ന് തപ്പിയനെ. സാർ, ദയവ് സെഞ്ച് എന്നെ കാപ്പാത്തുക സാർ.
நான் ஒரு தப்பும் பண்ணல சார். എന്നാ നീ ഉണ്മയെ ചൊല്ല്. നിനക്ക് എവിടുന്ന ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പണം? சார் அது வந்து என் சின்ன வயசுல இருந்து இன்ஸ்டால்மெண்ட் வேலையெல்லாம் பண்றேன் சார். இதெல்லாம சிட்டி வட்டி எல்லாமே எனக்கு இருக்கு சார். இது எல்லாமே எல்லாத்துக்கும் மேலே கடவுள் அண்ணா அம்மா கிருபை. പിന്നെ വന്ന് എൻ ഉഴപ്പ് ഇருக்கு സാർ, തനി ഉഴപ്പ് ഇருக்கு. എന്തിനാടാ എംജിആറിന്റെ ജലധര പേര് ഇത് വലിച്ചഴിക്കുന്ന? നിന്റെ ഒരു ഉഴപ്പ്. അമിതേ, ഉഷേ, അവനോടൊന്ന് സ്നേഹമായിട്ട് ചോദിക്കേ. സാർ തുണി ബിസിനസ് നടത്തിയിട്ട് ഇരുന്ന് എന്നോട് തുണി അഴിക്കരുത് சொல்லுங்க സാർ. എന്നാ നീ സത്യം പറ, നിനക്ക് എവിടെ നിന്ന് കിട്ടി പണം? പറയാം സാർ, ഞാൻ എല്ലാം പറയാം. അന്ന് ഞാൻ വത്സമ്മ വീട്ടിക്ക് ഇൻസ്റ്റാൾമെന്റ് പിരിവുക്കായ ചെന്നപ്പോൾ പോലെ വനം എടുത്ത മന്നേ അമ്മാവെ വണങ്ങാറ ഉയരില്ലയേ, അമ്മ എന്നഴക്കാമ ഉയർവില്ലയേ. അറിവേട്ട മുണ്ടാം പാത്തു പോയാ എങ്കേന്ന് വരടാ വത്സമ്മ അമ്മ. ஐயோ, அதுக்கப்புறம் அந்த பாவி என்ன பார்க்கறதுக்கு வந்த. இந்த விஷயம் வெளியில சொல்லிடாத, எவ்வளவு தொட்டு வேணாலும் தர்றேன்னு சொன்ன. എത്ര തന്നു? 2 ലക്ഷം. 20. എടാ പാവി, കിട്ടിയ കാശ് കൊണ്ട് നിനക്ക് നാട്ടിലെങ്ങാനും പോയി ജീവിച്ചാ പോരെ? അപ്പൊ നിനക്ക് കേരളത്തിൽ തന്നെ ചിന്ന വീട് വേണം അല്ലേടാ? ഇപ്പൊ എത്ര ചിന്ന വീടുണ്ട്? 2. അത് 20. അപ്പൊ ഇത് എത്രാമത്തെ ആയിട്ട് വരും? 21 സാർ എന്നെ വിട്ടിടുങ്ക സാർ, എന്നെ വിട്ടിടുങ്ക. ഇവനെ അങ്ങനെ കൊണ്ടു. സാർ 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 ഞാൻ சொல்றது கேளு சார். சார்